കാര്യം കൂടെ നമ്മളിൽ എത്ര ആളുകൾ ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ ഇന്ത്യൻ ജേഴ്സിയൊക്കെ അണിയാൻ ഉള്ള പ്രാപ്തിയുള്ള ആളുകളുണ്ട്? എല്ലാവരും, ഞാൻ ആരെയും കുറച്ച് കാണിക്കൂല. എല്ലാവരും ടാലന്റിലെ കുട്ടികളാണ്. അത് ടാലന്റ് മാത്രം പോരാ, നമ്മുടെ കേരള പ്ലേയേഴ്സിന് ടാലന്റ് ഉണ്ട്. പക്ഷെ പ്രോപ്പർ ട്രെയിനിങ്ങും ഫെസിലിറ്റീസും കുറവാണ് ഇവിടെ. നമ്മളെ കൂടെ ഇപ്പോൾ ഈ കുട്ടികളുടെ കൂടെയും എൻ്റെ കൂടെയും ഗോകുലം കേരള FC എന്ന ഒരു വലിയൊരു ടീം നമ്മളെ ബാക്കിലുണ്ട്. അതാണ് ഇവരെ മെയിൻ ശക്തി. കാരണം ഇവർക്ക് വേണ്ടത് എല്ലാതും ഗോകുലം ചെയ്യുന്നുണ്ട്. അതിന് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഇത്രയും സ്നേഹിക്കുന്ന ഒരു പ്രസിഡന്റാണ് നമ്മുടെ പ്രവീൺ സാർ എന്ന് പറയുന്നത്. പ്രവീൺ സാർ എല്ലാം ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ വന്നിട്ട് ഇത്രയും വലിയൊരാൾ, ഇത്രയും തിരക്കുള്ള ഒരാള് ഡൽഹിയിൽ വന്ന് ഇവരെ കളി കാണാൻ ആള് ഡൽഹിയിലെത്തി. ഇവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, എന്താണ് ഇവർക്ക് വേണ്ടത്, കോച്ച് എന്നെ വിളിച്ചിട്ട് കോച്ച് എന്താണെങ്കിലും കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യണം, അവർക്ക് എന്ത് ചെയ്യണം അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം നമ്മളെ ബാക്കിലുണ്ട്. അതാണ് നമ്മളെ വലിയ ശക്തി. തീർച്ചയായും നമ്മുടെ അഭിമാനം തന്നെയാണ്. അങ്ങനെ ആ കിരീടം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നഗരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നേരെ സ്കൂളിലേക്കാണ് പോകുക. അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി പങ്കെടുത്ത് ഇവർക്ക് കൂടുതൽ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്.